പ്രണയം, സൗഹൃദം, ഒത്തുകൂടൽ ഇതൊക്കെയാണല്ലേ നമ്മുടെ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. കാലത്ത് എണീറ്റ് കുളിച്ച് റെഡിയായി എത്രയും വേഗം നമ്മൾ കോളേജിലെത്താൻ ശ്രമിക്കും അല്ലേ. നമ്മൾ കയറുന്ന ബസ് തൊട്ടിട്ട് നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് വരെ ചിലപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ജോലി ചെയ്യുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ആയിട്ട് നമുക്ക് കമ്പനി ഉണ്ടായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരൊക്കെ ഒത്തുചേർന്നിട്ട് ഒരു ക്യാൻറ്റീനിൽ പോവുക, ഒരു ചായ കുടിക്കുക, ഇതൊക്കെ ഒരു രസമുള്ളൊരു കാലഘട്ടമാണല്ലേ ശരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എപ്പോഴും എപ്പോഴും തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ലൈഫാണ് അല്ലേ. ആ ഒരു ചെറിയ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണടച്ചിട്ട് പറയാൻ നമ്മുടെ കോളേജ് ലൈഫ് തന്നെയായിരിക്കും. അത്രയധികം എൻജോയ് ചെയ്തിട്ടുള്ളത് പഠിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഉഴപ്പി നടക്കണോ ക്ലാസ് കട്ട് ചെയ്യണോ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പലർക്കും പല 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 അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ ശ്രീകൃഷ്ണ കോളേജ് ഉണ്ടല്ലോ, ഗുരുവായൂരുള്ള ശ്രീകൃഷ്ണ കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ ഇഫ്താർ വിരുന്നിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള, അതായത് UAE മലയാളികളിൽ ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള കുറച്ച് പേരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. ആ ഒരു അസോസിയേഷനിൽ നമുക്കിന്ന് ഇഫ്താർ വരുന്നുണ്ട്. അപ്പോൾ അത് കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏട്ടൻ 2002, 2005 കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റായിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഇവിടെ പഠിക്കുന്നത്. ഏട്ടൻ BA ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരതിനെ എന്താ പറയുക, തൊഴുത്ത് എന്നായിരുന്നു എന്ന് തോന്നുന്നു പറയുക. അതായത് ഓരോരോ പേരുകളുണ്ടായിരിക്കും, ഓരോരോ സെക്ഷന്. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആ ചേച്ചിമാർ കുറച്ച് പേര് ഉണ്ടെന്ന് വെച്ചാൽ, വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശ്രീകൃഷ്ണ കോളേജിലെ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയണു കേട്ടോ. ഏട്ടൻ്റെ അച്ഛൻ മരിക്കുന്നത് 2000-ലാണ്. 2002-ലാണ് ഏട്ടൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് പഠിക്കാൻ പോണത്. കാര്യം ഡിഗ്രിക്കാണ് ചേർന്നത്. അത്ര വലിയൊരു ഏജ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ. ഏട്ടൻ്റെ ബ്രദറാണ് ഗൾഫിലുണ്ടായിരുന്നത്, ആളാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഏട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലിക്കും പോയോടുന്നു. ഇവർക്ക് ഒരു ചെറിയൊരു ഷോപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അലുമിനിയം കമ്പനിയല്ല, എന്താ പറയുക, നമ്മൾ വീടുകളിലൊക്കെ അലുമിനിയത്തിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെയൊക്കെ ഓരോ ജോലി ചെയ്തിട്ടാണ് ആൾ പഠിക്കുന്ന സമയത്തും കൂടിയിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ആളുടെ അല്ലറ ചില്ലറ ചിലവും കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി കൊണ്ടുപോയിരുന്നത് കേട്ടോ. നമ്മൾ നേരം വൈകിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 6 മണി ആവാറായിട്ടുണ്ട്. 5:45, 5:55 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് എത്തിയത്. ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, അതിലും കൂടെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോൾ നമ്മൾ എത്തണം കറക്റ്റ് ടൈം നോക്കിയിട്ട് ബാങ്ക് വിളിച്ചു കേട്ടോ. അപ്പം നമ്മളതൊക്കെ ചെന്ന് അപ്പോഴേക്കും അവിടെ ഉള്ളവരൊക്കെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ നോമ്പെടുത്തിട്ട് ഒന്നല്ല വരുന്നത്. എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാം. കുറേ പേര് നോമ്പെടുത്തിട്ട് അവർ നോമ്പ് ഇറക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേരാം എന്നുള്ളൊരു രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കുറേ പേര് എന്താ പറയുക, ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കുറേ പേരൊന്നും ഇവിടെ ഇല്ല അല്ലേ, പക്ഷേ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ, അതായത് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്രയും അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ. അടുത്ത മാസം ഡേറ്റ് എന്നാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്താണെങ്കിലും വലിയൊരു പ്രോഗ്രാം ആസ്കിൻ്റെ വക, അലുമിനി അസോസിയേഷൻ ഓഫ് ശ്രീകൃഷ്ണ കോളേജിൻ്റെ വക വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ.
ഞാനൊരു വുമൻസ് കോളേജിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. അരിബട്ടയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ഇവരുടെ ഏട്ടനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയും. അതാണ് ഇതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മൾ വണ്ടടിച്ചിരിക്കും കേട്ടോ. കുറേ നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ പിന്നെ സിനിമയിലും കാണുന്നതാണല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന്. ഇത് ജമാലിക്കാണ് കേട്ടോ, ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നേരത്തെ ഒരു ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് സെക്രട്ടറിയാണ് കേട്ടോ. ആ ചേട്ടൻ്റെ പേര് ജെ കെ എന്നാണെന്ന് തോന്നുന്നു, ജയകൃഷ്ണൻ എന്നാണ് ഫുൾ പേരെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇന്ന ഇയർ എന്നല്ല കേട്ടോ ഉള്ളത്. ഇത്രയും നാൾ ശ്രീകൃഷ്ണയിൽ പഠിച്ചിട്ടുള്ളവർ യു എയിലുള്ളവരുടെ ഒരു സംഘടനയാണ് കേട്ടോ അത് ഒരുപാട് വർഷങ്ങളിലുള്ള ഒരുപാട് ബാച്ചുകളിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പലർക്കും പരിചയപ്പെടുന്നത് ചിലപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ ആയിരിക്കും. കാരണം ഓരോരുത്തർ പഠിച്ച് ഇറങ്ങുന്നതാണല്ലോ, പാസ് ഔട്ടായി പോകുന്ന ആൾക്കാരാണ്, പിന്നെ നമ്മൾ അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും കുറേ പേരൊക്കെ ആയിട്ട് ഏട്ടനും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ജമാലിക്കാണ് കേട്ടോ. അപ്പം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭക്ഷണ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല എന്താ പറയുക നന്നായിട്ടുള്ള ഫുഡ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് അല്ല, എന്തായിരുന്നു പേര് ഞാൻ മറന്നു, എന്തൊരു റൈസ് സെറ്റപ്പ് അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെജ് കറി അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചുകൊണ്ട് നമ്മളിതാ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോഴും ഇതുപോലെ തന്നെ ആസ്കിൻ്റെ ഏതോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓണമല്ല, വേറെ എന്തോ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിന് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ അന്ന് യൂട്യൂബ് കൊണ്ട് നടക്കാത്ത കാരണം അത് ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻസ്റ്റയിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വട്ടം ഓണത്തിനാന്ന് തോന്നുന്നു ഹൃദയത്തിൽ പൊന്നോണം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കോമ്പറ്റീഷനൊക്കെ ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പക്ഷേ ഇന്ന് വരെ എനിക്ക് അതിൻ്റെ ട്രോഫി കിട്ടിയിട്ടില്ല, സമ്മാനം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. കാരണം നമ്മൾ നാട്ടിലായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അത് എപ്പോഴേ കയ്യിൽ കിട്ടുന്ന ഒരു സമയം കഴിഞ്ഞു. ജമാലിക്കയുടെ അടുത്ത് എപ്പോഴും പറയേട്ടെ അത് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴും അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പോണേക്കാട്ട് മുന്നേ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ പിന്നെ പോട്ടെ, പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലേഡീസ് മാത്രമായിട്ടാണ്, ഇത് കഴിഞ്ഞിട്ട് ജെൻസും വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല, കാരണം ഏട്ടനാണ് എനിക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്ത് തന്നത് കേട്ടോ. എല്ലാവരും കൂടി എന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെയധികം സന്തോഷിച്ച ഒരു എന്താ പറയുക ഏതാനും കുറച്ച് മണിക്കൂറുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഗെയിം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വരുന്നോണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നിട്ട് കേൾപ്പ്, ചേട്ടൻ അവിടെ നിന്നിട്ട് മൈക്കിൽ എന്നിട്ട് ആൾ പറഞ്ഞത് നമ്മുടെ എന്താ പറയുക കസരക്കളി ഉണ്ടല്ലോ, മ്യൂസിക്കൽ ചെയർ, അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് എൻ്റെ പണിയാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല, നിങ്ങൾ കേട്ടോളൂ കേട്ടോ. ആയിരത്തി ഇത് നല്ലൊരു യൂട്യൂബറാണ്, ടിക്ടോക്കറാണ്, 20K ഫോളോവേഴ്സ് ഉള്ള ആളാണ് കേട്ടോ. ഓക്കെ, പേര് വിളിക്കയോ? ബ്ലോഗിന്റെ പേരും പായസ് ബ്ലോഗ്. ഈ പായസിന്റെ പേരപ്പം എന്താ? ഇതിന്റെ ടെക്നീഷ്യൻ എവിടെ? ടെക്നീഷ്യൻ പ്ലീസ്. വീട്ടിലുള്ള സമ്മാനം വാർണിച്ച് തരും ഓക്കെ.
പ്രധാന വാർത്ത ഓക്കെ ഇതല്ല കളി. ഓക്കെ എന്താ വേണ്ടതെങ്കിൽ ഞാൻ ഈ ഇരിക്കാൻ പറയാനായിട്ട് മുന്നേ ഒരു സാധനത്തിന്റെ പേര് പറയും. ആ സാധനം കൂടി കൊണ്ടുവന്നിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ ഓക്കെ എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കില്ല. ഒരു സാധനം പറയും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സാധനം പറയും ഇരിക്കുന്നതിന് മുന്നേ ആ സാധനം കൊണ്ടുവന്നത് മ്യൂസിക് അവിടെ റെഡി റെഡി ആ ഓക്കെ മ്യൂസിക്. നിങ്ങളുടെ മുന്നേ ഒരു ഫോൺ, ഒരു മൊബൈൽ ഫോൺ മതി ഓക്കെ. ഇത് ട്രയലാണ്. നിങ്ങൾ ബാഗ് പണി അടുത്ത് വെച്ചോട്ടാ. നീ കുഴപ്പമില്ല വേണ്ട. ഓക്കെ അതെ സ്വന്തം ഭാര്യനെ സഹായിക്കാൻ പാടുന്ന നിയമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഇവരെ സഹായിക്കാൻ പറ്റൂട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സഹായിക്കാൻ പറ്റും. കമോൺ റെഡി റെഡിയല്ലേ? ഒന്നുകൂടി നോക്കാം. മ്യൂസിക്. ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നിരിക്കണം. ഒരു ക്രെഡിറ്റ് കാർഡ് ജോലിക്കാരെ രണ്ടുപേരും പോയിട്ട് ഒരു ഈ പാർട്ട്നറിനെ ഡാൻസ് കളിക്കാം അല്ലേ? ഓക്കെ ഈ പാർട്ട്നറിനെ ഡാൻസ് കളിക്കാം. ഓക്കെ ഈ പാർട്ട്നറിനെ ഡാൻസ് കളിക്കാം. ഓക്കെ ആ പാട്ടേക്ക് വിടാം. ഇത് ട്രയലാണ്. അങ്ങോട്ട് പാട്ടില്ലോ. വാനിറ്റി ബാഗ് എന്താ വേണ്ടത്? ഹസ്ബൻഡോട് ചോദിച്ചോക്കെ എന്താ സുഖല്ലേ? ഓർഡർ ഓർഡർ വണ്ടി സ്റ്റാർട്ടാകണം. ഹമ്പ് വന്നല്ലോ. ഗിയർ ഡൗൺ ആണ്. ഇത്
വണ്ടി ഇങ്ങനെയല്ല, വണ്ടി അങ്ങനെ റൗണ്ട് അടിക്കും. ഇത് അരി വീട്ടിലില്ല, പുള്ളിക്കാലത്തിന്റെ ബ്ലോഗിൽ ഈ വണ്ടി അവിടെ എങ്ങനെ നടന്നു? റിസ്റ്റ് വാച്ച് സ്വന്തം പറ്റില്ല വേറെ ലാസ്റ്റ് വിടില്ലേ വാച്ചില്ല അങ്ങോട്ട് ഇല്ല ഇതൊക്കെ ചായ വേണം, അവിടെ ദോശ വേണം. ഇതൊക്കെ ദോശ വേണം, ചായ ആദ്യം ചായ ചായ ഉണ്ടാക്കാറില്ല, വീട്ടുകാരുണ്ടാക്കാറപ്പോ വെള്ളം ചൂടാക്കി ദോശ പണി ദോശ വെള്ളം അല്ല കുറച്ച് കഴിക്കാം മാവിടും പഞ്ചസാര ഇട്ടു ആ ദോശകൾ വേണ്ടി എണ്ണ വെച്ച് ഒന്നര ഓക്കെ ചായ ദോശ കഴിഞ്ഞു വീട്ടിൽ ദോശ കൊടുത്തില്ല എന്റെ പൂർണ്ണ പങ്ക് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ദോശ ഉണ്ടാക്കില്ല. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഒരു ജെൻസിന്റെ ബെൽറ്റ്
ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറയുക? എന്ത് ചെയ്യും സുകുമാരൻ? അറിയുന്ന ഫീൽഡ് വേണ്ട. ഓക്കെ റെഡി. കുതിര കയറാൻ പോട്ടാ. കുതിര ടൈമിലുണ്ട്. ആ പിന്നെ കുതിര കെട്ട തലോടി നമുക്ക് തലോടി ചവിട്ടി താലികാരി ഇരുന്ന് പിടിച്ച് ആ സൗണ്ട് നോക്കണോട്ടാ. ബിജു അത് നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണ്ട. Can she do a dance? She can do. We have no problem. സുനി ഇത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഈ ചെക്കനൊന്ന് ശ്രദ്ധിച്ചോട്ടാ. മ്യൂസിക് അടിച്ചല്ലേ? അടിച്ചല്ലേ? എന്താ വേണ്ട? ഡാൻസ് വേണ്ട. സംതിങ് ഡാൻസ് വേണ്ട. ഡാൻസ് എല്ലാവരും ചെയ്യണല്ലേ? കുതിര ഓടിച്ചു. പിന്നെ എന്താ വേണ്ട? എന്താ വേണം ചെയ്യാൻ പറ്റാ? പാട്ട് വേണം. ഒന്ന് ജാക്കനെ അനുകരിച്ചോ. വേറെന്താ? പട്ടിക്കുട്ടി ആ മോഹൻലാൽ പറ സുരേഷ് ഗോപി ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഓർമ്മയുള്ള ഈ മുഖം ഓർമ്മ ഓക്കെ. മൂന്നാൾക്കാരുണ്ട്. കുറച്ച് കച്ചാറുള്ളത് മാല കാര്യത്തിൽ എന്തിനീ മാല അത് കൊടുക്കണ്ട, വാങ്ങിക്കോ.
ആ, പിന്നെ ചമ്മന്തി എന്ത് മാങ്ങായ മതിയില്ലേ പച്ചമാങ്ങ ചമ്മന്തി പുളി ഓക്കെ മാങ്ങ ഇടാം പിന്നെ പറഞ്ഞ് നിൽക്കുന്ന മാങ്ങ എറിഞ്ഞിടണം. മാങ്ങ എറിഞ്ഞു വേണ്ടി മാങ്ങ എറിഞ്ഞു വേണ്ടി തേങ്ങ മതി തൊലി കളഞ്ഞ് കഴുകി അമ്മി 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 അമ്മിയില് അങ്ങനെയൊന്നും ഓക്കെ ആ പുളി ചേർത്തു ഞാൻ രണ്ടുപേരുണ്ട് എല്ലാ iPhone 15, iPhone 15, madam, 15, iPhone 15, 15, iPhone 15. iPhone 15. ഏതാ 15 ആണോ? ഇത് 14 ഇല്ല. ചെക്ക് ചെയ്താൽ 15 ആണോ നോക്കിയോ? വരൂ കടന്നു വരൂ. എന്താ വേണ്ട പറയൂ. എന്താ വേണ്ട എന്താ വേണ്ട എന്താ നീ സൂപ്പറാണ്. ബസ് ഓടിപ്പിച്ചാലാ തേങ്ങ വിളിക്കാം. ആ തേങ്ങ വിളിച്ചാൽ തേങ്ങ വിളിക്കും പറ്റത്തില്ല. ആ തേങ്ങ അറിയില്ലേ അറിയില്ലേ. ആ തേങ്ങ എടുത്തുകൊണ്ട് വരണം പൊളിക്കണം. അത് പൊളിക്കണം. തേങ്ങ എടുത്തു അമ്പ കൊണ്ട് വെച്ചു അത് വെച്ചു ചവിട്ടി പിടിച്ചു. വെള്ളം കാശ് വെക്കുന്നുണ്ട് കുട്ടിയാണ് പൊട്ടിയില്ല പൊട്ടിയില്ല വേണ്ട. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ വിജയിയായിരുന്നു
ഡാൻസ് അറിയണതല്ല അപ്പൊ പാട്ട് പാടില്ല പാട്ട് നല്ലൊരു രസം അടിപൊളി ഏതാ ഏതാ തളമുണ്ട് മ്യൂസിക് ചെറിയ മ്യൂസിക് മ്യൂസിക് ഉണ്ടല്ലോ ചെണ്ടോട്ടുണ്ടോ ചെണ്ട ചെണ്ടോട്ട് വരും ഓക്കെ റെഡിയില്ല ഏതാ പറഞ്ഞ ലുങ്കി ഡാൻസാ ഓക്കെ ആ ലുങ്കി ഡാൻസ് ഇത് പഠിച്ചോടെ ലുങ്കി ഡാൻസ് ഇല്ലേ എന്താണ് എങ്ങനെയുണ്ട് തുടക്കം എങ്ങനെയുണ്ടോ Get what you need. Fast. Benji. Kamu tenang. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാവരോടും ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കോളേജ് ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പൊടി തട്ടിയെടുത്ത് അതൊന്ന് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റും എന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഒരു രസമല്ലേ, വായിക്കുന്നത് നമുക്കും രസമാണ്, നിങ്ങൾക്കും രസമാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇവിടെ നിർത്താണ് നമ്മുടെ വീഡിയോ എന്ന് പറയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഒത്തിരി സന്തോഷങ്ങളുള്ള നിമിഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്നും പറയുന്ന പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.